കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്നത്തെ വീഡിയോ ഗെയിംസ്കോം 2025നെ കുറിച്ചിട്ടായിരിക്കും. ഓഗസ്റ്റ് 24 കൂടിയിട്ട് ആ ഒരു ഇവന്റ് അവസാനിച്ചു. സോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ ഒരു ഇവന്റിലെ ഗെയിംസ് റിലീസസ്, ഗെയിംസ് ഡെമോസ്, എന്തൊക്കെ പുതിയ ഗെയിംസിന്റെ അപ്ഡേറ്റ് അവർ കൊണ്ടുവന്നു, പുതിയ ഗെയിമിംഗ് ഹാർഡ്വെയർ ആൻഡ് ഫൈനലി ഗെയിംസ്കോം അവാർഡ്. ഞാൻ എക്സ്പെക്ട് ചെയ്ത അത്ര അധികം ന്യൂസ് അപ്ഡേറ്റ്സ് ഒന്നും അവരത് കൊണ്ടുവന്നിട്ടില്ല, എന്നാലും കുഴപ്പമില്ലാത്ത കുറച്ച് ന്യൂസ് എല്ലാം ഉണ്ട്. സോ അധികം വൈകാണ്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ബ്ലാക്ക് മിത്ത് വൂക്കോങ്ങിന്റെ സീക്വൽ ആയിട്ടുള്ള ബ്ലാക്ക് മിത്ത് സോങ്കോയ്, പ്രൊണൗൺസിയേഷനിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം. എന്തായാലും അതിന്റെ ഒരു ടീസർ എല്ലാം റിവീൽ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഗ്ലിംസ് മാത്രമാണ് അവർ റിലീസ് ചെയ്തത്. അതെന്നാണ് ഇറങ്ങാൻ പോകുന്നത്, അതിന്റെ കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ഒരു ഗെയിം ഡയറക്റ്റ് ഒരു സീക്വൽ അല്ല ബ്ലാക്ക് മിത്ത് വൂക്കോങ്. അങ്ങനെ ഇത് രണ്ടും 2 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ്. ആ ഒരു ക്യാരക്ടർ തമ്മിൽ വലിയ കണക്ഷനും ഇല്ല. ചൈനീസ് മിത്തോളജിയിലുള്ള 2 ക്യാരക്ടേഴ്സിന്റെ ഒരു 2 സ്റ്റാൻഡ് അലോൺ ഗെയിം പോലെ ആയിരിക്കും മിക്കവാറും ഈ ഗെയിം അവർ ഉദ്ദേശിക്കുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുന്ന പക്ഷം നിങ്ങൾ അറിയിക്കാം. കോൾ ഓഫ് ഡ്യൂട്ടി ബ്ലാക്ക് ഓപ്സ് 7ന്റെ ഒരു ഗെയിം പ്ലേ എല്ലാം റിവീൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇവന്റിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് അപ്ഡേറ്റും ഇതായിരുന്നു. എന്തായാലും ആ ഗെയിം പ്ലേ ട്രെയിലറൊക്കെ കിഡിലനായിട്ടുണ്ട്. അതിന്റെ വിഷ്വൽസും ക്യാരക്ടേഴ്സും ആ ഒരു സിനിമാറ്റിക് എഡിറ്റ്സ് എല്ലാം രസമായിട്ടുണ്ട്. 2035 നടക്കുന്ന ഒരു കഥയായിട്ടാണ് ഇതിൽ കാണിക്കണത്. കുറച്ച് എന്തൊക്കെ സൈഫൈ മൈൻഡ് ബെൻഡിങ് എലമെന്റ്സ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കൂടുതൽ സ്റ്റോറി ഞാൻ പറയുന്നില്ല. ഈ വർഷം തന്നെ നവംബർ 4 ആയിരിക്കും ഇത് റിലീസ് ആയിക്കുക. എല്ലാ കൺസോൾസിലും അത് കൂടാണ്ട് PC-യിലും ഒരേ സമയത്തായിരിക്കും ഇതിന് റിലീസ്. ലെഗോ ബാറ്റ്മാൻ്റെ ലെഗസി ഓഫ് ദ ഡാർക്ക് നൈറ്റ് എന്നൊരു ഗെയിം 2026 റിലീസ് ചെയ്യുക. കൺസോൾസിലും വിൻഡോസിലും അത് കൂടാണ്ട് സ്വിച്ച് 2-ലും ഈ ഒരു ഗെയിം റിലീസ് ഉണ്ടായിരിക്കും. 2017 ഇറങ്ങിയിട്ടുള്ള ഹോളോ നൈറ്റിന്റെ ഒരു സീക്വലായിട്ടുള്ള ഹോളോ നൈറ്റ് സിൽക്ക് സോങ് എന്നൊരു ഗെയിമും റിലീസിന് സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഈ വർഷം തന്നെ സെപ്റ്റംബർ 4 ഈ ഒരു ഗെയിം റിലീസ് ചെയ്യുക. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് അത്യാവശ്യം നല്ലൊരു ഗെയിം ആയിരുന്നു. ഒരു ടിപ്പിക്കൽ 3D ഗെയിം ഫോർമാറ്റിൽ വരുന്നതല്ല. ഇതൊരു 2D മെട്രോയിഡ്വാനിയ എന്ന് പറഞ്ഞ ഒരു ഗെയിം കാറ്റഗറിയിൽ വരുന്ന ഒരു ഗെയിമാണ്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് മെട്രോയിഡ്വാനിയ എന്ന കാറ്റഗറിയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിംസ് ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ അത്ര വലിയ വിഷ്വൽസ് ഇല്ല, അത്ര വലിയ ഗെയിം പ്ലേ, അത്ര മികച്ച ഗെയിം പ്ലേ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരു സാധാരണ ഗെയിം പ്ലേ ആണ്. പക്ഷെ നമ്മൾ ലാലേട്ടൻ പറഞ്ഞ പോലെ എന്തോ ഇഷ്ടപ്പെട്ടു, അത്ര തന്നെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടു ആ ഒരു ഗെയിം. അത് എല്ലാവരും അഭിപ്രായം എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ഇതിൻ്റെ റിവ്യൂ ഒക്കെ അത്യാവശ്യം നല്ലായിരുന്നു. ഒട്ടുമിക്ക ആൾക്കാർക്കും നല്ല പോസിറ്റീവ് റിവ്യൂ തന്നെയാണ് ഈ ഒരു ഗെയിം തന്നത്. അതിൻ്റെ ലേറ്റസ്റ്റ് പാർട്ടിൻ്റെ ട്രെയിലറും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. സോ എന്തായാലും ഞാൻ ഒരു ഗെയിം വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാം. ഇന്ത്യാന ജോണസ് ആൻഡ് ഗ്രേറ്റ് സർക്കിൾ എന്ന് പറഞ്ഞൊരു ഗെയിമിൻ്റെ ഓർഡർ ഓഫ് ജയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു DLC എക്സ്പാൻഷൻ വന്നിട്ടുണ്ട്. ഇത് റിലീസ് ആയിട്ടില്ല. ഈ വർഷം തന്നെ സെപ്റ്റംബർ 4 ആ ഒരു DLC എക്സ്പാൻഷൻ റിലീസ് ചെയ്യുക. അതുകൂടാണ്ട് ഇന്ത്യാന ജോണസ് ആൻഡ് ദ ഗ്രേറ്റ് സർക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം സ്വിച്ച് 2-ൽ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. അത് ഡേറ്റ് കൺഫേം ആയിട്ടില്ല. 2026 മാത്രമാണ് അവർ പറഞ്ഞേക്കണേ. ഗോസ്റ്റ് ഓഫ് യൂട്ടയുടെ സോങ് ഓഫ് വെഞ്ചൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിലർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഗോസ്റ്റ് ഓഫ് യൂട്ട ഞാൻ ഓൾറെഡി ചാനലിൽ അതിൻ്റെ വീഡിയോ ഇട്ടതാണ്. സോ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒക്ടോബർ 2 അതിൻ്റെ റിലീസ്. റെസിഡന്റ് എവിൽ റെക്യൂം എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമിൻ്റെ ഡെമോ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഗെയിം ഓൾറെഡി ഒട്ടുമിക്ക ഗെയിമേഴ്സിന് അറിയാവുന്ന ഒരു ഗെയിമാണ്. ഒരു സർവൈവൽ ഹൊറർ ത്രില്ലറിൽ വരുന്ന ഒരു ഗെയിമാണ്. അത് റിലീസ് ചെയ്യുന്നത് ഫെബ്രുവരി 27, 2026 ഇതെല്ലാ കൺസോൾസിലും, അതായത് പ്ലേ സ്റ്റേഷൻ, എക്സ്ബോക്സും അതുകൂടാണ്ട് PC-യിലും അവൈലബിൾ ആയിരിക്കും. സ്വിച്ച് 2-ലും ഇത് വരുന്നു പറയുന്നുണ്ട്. അത് കൺഫേം ആയിട്ടൊരു ഇൻഫർമേഷൻ അല്ല. അത് നോക്കെന്തായാലും 1978 റിലീസ് ആയിട്ടുള്ള ദി ഹേലോ എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ഗെയിം ഇപ്പോൾ അവർ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മിക്കപ്പോഴും ചിലപ്പോൾ ഒരു സിനിമയുടെ പേര് കേട്ടിട്ടുണ്ടാവില്ല, എങ്കിലും നിങ്ങൾ ആ ഒരു ക്യാരക്ടർ നിങ്ങൾ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും റീൽസിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിങ്ങൾ കാണാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ആ ഒരു ക്യാരക്ടർ ഇൻസ്പയർ ചെയ്തിട്ട് തന്നെ പല മൂവീസ്, ഇപ്പോഴത്തും പല മൂവീസ് എല്ലാം റിലീസ് ആയിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു ഗെയിം വരുന്നുണ്ട്. പ്ലേ സ്റ്റേഷൻ, എക്സ്ബോക്സ്, PC, സ്റ്റീം, എപ്പിക് ഗെയിംസിലെല്ലാം ഇത് റിലീസ് ഉണ്ടാവും. ഇതിൽ നമ്മൾ പ്രൊട്ടാഗണിസ്റ്റ് ആണോ ആൻറ്റോഗണിസ്റ്റ് ആണോ എന്നുള്ളതൊക്കെ ആ ഗെയിം വരുമ്പോൾ അല്ലെങ്കിൽ ആ ഗെയിമിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ അറിയാം. എന്തായാലും ഇത് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് 2026 എക്സാക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. കിട്ടുന്ന പക്ഷേ നിങ്ങൾ അറിയിക്കാം. സൈലന്റ് ഹിൽ F, ഇഫ് ഐ ആം നോട്ട് റോങ്, സൈലന്റ് ഹിൽ സീരീസിൽ തന്നെ 8ാമത്തെ ഗെയിം ഈ വർഷം തന്നെ സെപ്റ്റംബർ 25 റിലീസ് ചെയ്യുന്നത്. ഒരു ഹൊറർ സർവൈവൽ ജോണറിൽ വരുന്ന ഒരു ഗെയിമാണ്. ഇതിന് മുന്നത്തെ ഗെയിംസ് ഒന്നും കളിച്ചിട്ടുണ്ടെങ്കിൽ താഴ്ന്ന് കമന്റ് ചെയ്യുക. ആൻഡ് ഇത് കൺസോൾസിലും അതുകൂടാണ്ട് വിൻഡോസിലും റിലീസ് ഉണ്ടാവും. വേൾഡ് ഓഫ് വാർക്രാഫ്റ്റ് മിഡ്നൈറ്റ് എന്നൊരു ഗെയിമിന്റെ ഗെയിം പ്ലേ എല്ലാം റിവീൽ ചെയ്തിട്ടുണ്ട്. ഇതിന് റിലീസ് ഡേറ്റ് കൺഫേം ആയിട്ടില്ല. എന്തായാലും നെക്സ്റ്റ് ഇയർ ജൂൺ 30 അല്ലെങ്കിൽ അതിന് മുന്നേ ആയിട്ടായിരിക്കും ഇതിന് റിലീസ്. കൾട്ട് ഓഫ് ദി ലാംബ് എന്ന് പറഞ്ഞ 2022 ഇറങ്ങിയ ഒരു ഗെയിമിന്റെ എക്സ്പാൻഷൻ ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. നെക്സ്റ്റ് ഇയർ, അതായത് 2026 ഈ ഒരു എക്സ്പാൻഷൻ റിലീസ് ചെയ്യുക. അതിന്റെ ട്രെയിലർ എല്ലാം വന്നിട്ടുണ്ട്. ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗെയിം ആണ്. ഞാൻ കളിച്ചിട്ടില്ല. ആരെങ്കിലും കളിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ താഴ്ന്ന് കമന്റ് ചെയ്യാം. ഇത് എല്ലാ പ്ലാറ്റ്ഫോമിലും റിലീസ് ഉണ്ടാവും. അതായത് സ്വിച്ച്, പ്ലേ സ്റ്റേഷൻ, എക്സ്ബോക്സ്, വിൻഡോസ്, മാക്കിൽ വരെ റിലീസ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. 2012 ഇറങ്ങിയ നിഞ്ച ഗൈഡൻ 3യുടെ ഒരു ഡയറക്റ്റ് സ്യൂക്കായിട്ട് നിഞ്ച ഗൈഡൻ 4 റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വർഷം തന്നെ ഒക്ടോബർ 21 ആ ഒരു ഗെയിം റിലീസ് ചെയ്യുക എല്ലാ പ്ലാറ്റ്ഫോമിലും, അതായത്
കൺസോൾസിലും വിൻഡോസിലും ഒരേ സമയത്തായിരിക്കും ഇതിന് റിലീസ്. ഇതിൻ്റെ മുന്നത്തെ സീരീസൊന്നും ഞാൻ കളിച്ചിട്ടില്ല, എനിക്കറിയില്ല എത്രത്തോളം മികച്ച ഗെയിമാണെന്നുള്ളത്. കളിച്ചവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. എക്സ്ബോക്സ് ഗെയിം സ്റ്റുഡിയോസ് പബ്ലിഷ് ചെയ്യുന്ന കീപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യ ഗെയിമിന് ട്രെയിലർ ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. ഈ വർഷം തന്നെ ഒക്ടോബർ 17 അത് വിൻഡോസിലും അത് കൂടാണ്ട് എക്സ്ബോക്സിൽ ഗെയിം പാസിലും ഈ ഒരു ഗെയിം അവൈലബിൾ ആയിരിക്കും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പ്ലേ സ്റ്റേഷനിൽ ഈ ഒരു ഗെയിം അവൈലബിൾ അല്ല. ഇനി പിന്നീട് റിലീസ് ചെയ്യൂല്ലേ എന്നുള്ളത് അറിയില്ല. അതിൽ മൊത്തത്തിൽ ഈ വർഷത്തെ ഗെയിംസ് കോമിൽ പ്ലേ സ്റ്റേഷനെ കുറിച്ചുള്ള ന്യൂസ് എല്ലാം കുറവാണ്, കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. അധികം ഈ എക്സ്ബോക്സിന് തന്നെ ആയിരുന്നു. ഈ ഒരു ഗെയിമിൻ്റെ ട്രെയിലർ കാണാൻ രസമുണ്ടായിരുന്നു, നല്ല കളർഫുൾ ട്രെയിലർ ആയിരുന്നു ഈ ഒരു ഗെയിമിൻ്റെ. നമ്മളൊരു ലൈറ്റ് ഹൗസ് ഒക്കെ ആയിട്ടാണ് കളിക്കണത്. എന്തായാലും ട്രൈ ചെയ്യണ ഒരു ആഗ്രഹമുണ്ട്, നമുക്ക് നോക്കാം. ബ്ലഡ് ഓഫ് ഡോൺ വാക്കർ എന്നൊരു ഗെയിം 2026 റിലീസ് ചെയ്യുന്നുണ്ട്. പ്ലേ സ്റ്റേഷനും വിൻഡോസിലും എക്സ്ബോക്സ് ആയിരിക്കും ഇതിന് റിലീസ്. അടുത്തൊരു ന്യൂസ് നിന്റെൻഡോ സ്വിച്ച് യൂസേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ സ്വിച്ച് യൂസ് ചെയ്യുന്നുണ്ടെന്ന് താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ഓഡിയൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. പോക്കിമോൻ ലെജൻസ് ZA എന്നൊരു പറയുന്നൊരു ഗെയിം, അത് സ്വിച്ചിന് മാത്രമായിട്ട് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സ്വിച്ച് 1ലും 2ലും ഇത് അവൈലബിൾ ആയിരിക്കും. നോർമലി സ്വിച്ച് മാത്രമാണ് ഇതിന് മിക്കവാറും ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക, നിന്റെൻഡോ തന്നെയാണ്. സോ ഒക്ടോബർ 16, 2025, അതായത് ഈ വർഷം തന്നെയായിരിക്കും ആ ഒരു ഗെയിമിൻ്റെ റിലീസ്. ഇത്രയുമാണ് ഗെയിംസിൻ്റെ സൈഡിൽ നിന്ന് ന്യൂസ് എല്ലാം. ഇനി നമ്മൾ ഹഹാർഡ്വെയറിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ, ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഓൾറെഡി ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ആസൂസും എക്സ്ബോക്സും കോളാബറേഷനിൽ വരുന്ന ഒരു ഹാൻഡ് ഹെൽഡ് ഡിവൈസിൻ്റെ റിലീസ് ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. ലൈക്ക് ഐ സൈഡ് ഒക്ടോബർ 16, അതായത് ഈ വർഷം ഒക്ടോബർ 16 അത് റിലീസ് ചെയ്യുക. 2 മോഡൽസിലാണ് അത് ഇറങ്ങുന്നത്. സോ അതിൻ്റെ സ്പെക്കും കാര്യങ്ങളെല്ലാം ഞാൻ മേലെ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർ ചെക്കൗട്ട് ചെയ്യും. ഫൈനലി സോണിയുടെ ഭാഗത്തുനിന്ന് ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഇവൻറ്റ് നടക്കില്ല, എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ എന്ന് ആലോചിച്ച് സോണി തൽക്കാലം ഈ ഒരു ന്യൂസ് പിടിക്കുന്ന പറഞ്ഞ് കൊടുത്ത പോലെ എനിക്ക് ഈ ന്യൂസ് തോന്നിയത്. സോണിയുടെ ഇൻസോൺ ഇ സ്പോർട്സ് ഗിയേഴ്സ് ലോഞ്ച് ആയിട്ടുണ്ട്. ഈ ഇൻസോ എന്ന് പറയുന്നത് സോണിയുടെ ഒരു എലൈറ്റ് ഗെയിമിംഗ് ഗിയേഴ്സ് ആണ്. സോണിയും ഇ സ്പോർട്സിലത്തെ ഒരു ടീമായിട്ടുള്ള ഫിനാറ്റിക്കും കൂടിയിട്ടാണ് ഈ ഒരു ഗെയിമിംഗ് ഗിയേഴ്സ് റിലീസ് ചെയ്യുന്നത്. ഗെയിമിംഗ് മൗസ്, കീബോർഡ്, മൗസ് പാഡ്, ഹെഡ്സെറ്റ്, ഇയർബഡ്സ്, ഇതൊക്കെയാണ് ഇവർ റിലീസ് ചെയ്യുന്നത്. എല്ലാം ഒരു പക്ക ഹൈ എൻഡ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ്, ഹൈ എൻഡ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഇൻസോണിൻ്റെ ഒക്കെ ഏതെങ്കിലും മോഡൽസ് ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്തവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇതിൻ്റെ പ്രൈസ് ഒന്നും ഇവർ റിവീൽ ചെയ്തിട്ടില്ല. നമുക്കറിയാം സോണിയാണ്, അവരുടെ തന്നെ ഒരു ഹൈ എൻഡിലൊക്കെ വരുന്നതിൻ്റെ ഒരു പ്രൈസ് എത്രത്തോളം വരും എന്നുള്ളത്. JBLും ഒരു 3 ഗെയിമിംഗ് ഹെഡ്സെറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഹാർഡ്വെയർ സൈഡിൽ നിന്നൊക്കെ ന്യൂസ്. ഇനി ഗെയിംസ്കോം അവാർഡ് ആർക്കൊക്കെ എന്തിനൊക്കെ കൊടുത്തു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിൽ എല്ലാ അവാർഡ്സിൻ്റെ ലിസ്റ്റ് ഞാൻ മേലെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാം പറയുന്നുണ്ടായിരിക്കില്ല, മെയിനായിട്ട് എനിക്ക് തോന്നിയ കുറച്ച് ഗെയിമിൻ്റെ മാത്രമേ അതിൽ പറയുള്ളൂ, അല്ലെങ്കിൽ മെയിനായിട്ട് തോന്നിയ കുറച്ച് അവാർഡ്സ് മാത്രമേ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം, ഇതിൽ 3 അവാർഡ്സ്, അതായത് ബെസ്റ്റ് ബൂത്ത്, ബെസ്റ്റ് മെർച്ച്, ബെസ്റ്റ് ട്രെയിലർ, ഇത് മാത്രമാണ് ഫാൻസിനും അറ്റൻഡീസിനും വോട്ട് ചെയ്തിട്ട് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു അവാർഡ്സ്. ബാക്കി അവാർഡ്സ് എല്ലാം ജൂറി വെച്ചിട്ടാണ് അവരാണ് സെലക്ട് ചെയ്യുക. ഇത് ഞാൻ കുറച്ച് തപ്പിയപ്പോൾ കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണ്. ഇതെല്ലാം ഇങ്ങനെല്ലാം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയുന്നവരൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇവരോട് ഒരു അവാർഡ്സ് നോക്കാം. വിഷ്വൽസ്, ഓഡിയോ, മോസ്റ്റ് എപ്പിക്, ബെസ്റ്റ് പ്ലേ സ്റ്റേഷൻ ഗെയിം, ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് റെസിഡന്റ് ഈവിൽ ഇറക്കിയതിനാണ്. ലൈക്ക് സൈഡ് ഇതെല്ലാം സെലക്ട് ചെയ്തേക്കുന്ന ജൂറിയാണ്. പിന്നെ ഈ ഒരു ഗെയിം നമ്മൾ കളിച്ച് നോക്കിയിട്ടൊന്നുമില്ല, കാരണം ഇതിപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നൊരു ഗെയിമാണ്. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. ഇത് ഇനി ഇറങ്ങി കഴിഞ്ഞാൽ, അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് കളിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റുള്ളൂ. അടുത്തത് ബെസ്റ്റ് ഗെയിം പ്ലേ, ഡോങ്കി കോങ് ബനാൻസ. എനിക്കറിയില്ല, ഞാനൊന്നും ഇങ്ങനത്തെ ഒരു ഗെയിമിനൊക്കെ ബെസ്റ്റ് ഗെയിം പ്ലേ മേ ബി ചിലപ്പോൾ അവർ നോക്കുന്ന ക്രൈറ്റീരിയ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കാം. ഞാൻ പറഞ്ഞില്ല, എനിക്കിതിനെക്കുറിച്ച് അധികം ഐഡിയ ഒന്നുമില്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. എന്തായാലും ഇതിനാണ് ആ ഒരു ഗെയിമിനാണ് അത് കൊടുത്തേക്കുന്നത്. അതൊരു നിന്റെൻഡോ ബേസ്ഡ് ഗെയിമാണ്. മോസ്റ്റ് എൻ്റർടൈനിങ് ആൻഡ് മോസ്റ്റ് ഹോൾസം ഗെയിം ഹെല. ഈ ഒരു ഗെയിമിൻ്റെ ട്രെയിലർ എല്ലാം അത്യാവശ്യം രസമുണ്ടായിരുന്നു. ഒരു വെറൈറ്റി ഒരു ഇവർ കൊടുത്തേക്കുന്നത്, അതൊരു മോസ്റ്റ് എൻ്റർടൈനിങ്, ഒരു മോസ്റ്റ് ഹോൾസം ആവാൻ ചാൻസ് ഉള്ള ഒരു ഗെയിമാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞ ഇത് ഗെയിം ഇറങ്ങിയിട്ടില്ല, കളിച്ച് നോക്കിയിട്ടില്ല. ഞാൻ ആ ട്രെയിലർ കണ്ടപ്പോൾ ജസ്റ്റ് അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. ബെസ്റ്റ് എക്സ്ബോക്സ് ഗെയിം ഗ്രൗണ്ടഡ് 2, ബെസ്റ്റ് PC ഗെയിം അന്ന 117, ബെസ്റ്റ് സ്വിച്ച് 2 ഗെയിം മെരിയോ കാർട്ട് വേൾഡ്. പിന്നെ എനിക്കിതിൽ ഏറ്റവും കോമഡി ആയി തോന്നിയ കാര്യം, ബെസ്റ്റ് മൊബൈൽ ഗെയിം കൊടുത്തേക്കുന്നത് ലവ് ആൻഡ് ഡീപ്പ് സ്പേസ് എന്ന് പറഞ്ഞൊരു ഗെയിമിന്. ആ ഗെയിം എന്താ തീം എന്നുള്ളത് ഞാൻ മേലൊരു വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോൾ എനിക്ക് മനസ്സിലാവും എന്താ തീം എന്നുള്ളത്. അതിനൊക്കെയാണ് ഒരു ബെസ്റ്റ് ഗെയിമായിട്ട് കൊടുക്കണേ. അത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കേണ്ട ഒരു സാധനമാണ്, അതൊരു ബെസ്റ്റ് ഗെയിമൊക്കെ കൊടുത്തേക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം പിന്നെ ലൈക്ക് ട്രെയിലറെല്ലാം കാണുമ്പോൾ കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ഗെയിം. ഇതൊരു ഗെയിമല്ല, ഇത് ആക്ച്വലി വേറെ കാറ്റഗറി ഡിഫറെൻറ്റാണ്. ബെസ്റ്റ് മൊബൈൽ വേറെ എന്തെങ്കിലും കൊടുക്കണം, മൊബൈൽ ഗെയിമായിട്ട് ഈ ഒരു ഗെയിം കൊടുക്കാനേ പാടില്ല. അതിനാണ് ഈ ഒരു ഗെയിമിനെ കൊടുത്തേക്കണത്. എന്തായാലും കൊടുത്തിട്ടുണ്ട്. ഗെയിംസ്കോം അവരിഷ്ടം, അവർ അവാർഡ് എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇത്തരമാണ് ഗെയിംസ്കോം കഴിഞ്ഞിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. ഇതിൽ എന്തെങ്കിലും ഞാൻ വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. സോ ഓവറോൾ ഇതൊക്കെയാണ് ന്യൂസ്. പിന്നെ പ്ലേ സ്റ്റേഷൻ ഇപ്രാവശ്യം ഗെയിംസ്കോമിൽ വന്നിട്ടില്ല. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. അവർക്ക് അവരുടെ ഷോ, അതായത് സ്റ്റേറ്റ് ഓഫ് പ്ലേ സ്റ്റേഷനിൽ തന്നെ ഇവൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് പ്ലേയിൽ മാത്രമേ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ. പിന്നെ വേണമെങ്കിൽ ടോക്കിയോയുടെ ഒരു ഗെയിം ഷോയിലും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പിന്നെ എക്സ്ബോക്സിൻ്റെ ബൂത്ത് അത്യാവശ്യം നൈസായിരുന്നു പറയേണ്ടത്. അവർ കുറേ
ഗെയിം പ്ലേയുടെ ഡെമോ എല്ലാം കളിക്കാൻ പറ്റി അവിടെ. പിന്നെ അവരുടെ ഹാൻഡ് ഹെൽഡ് ഡിവൈസ് പുതിയത്, അതിൻ്റെ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കാണിക്കാൻ പറ്റി. അങ്ങനെ അവരുടെ ബൂത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു എന്നുള്ള കുറച്ച് ന്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അത് കൂടാണ്ട് പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.